നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. IPLന്റെ എലിമിനേറ്റർ മത്സരം IPL ചരിത്രത്തോളം തന്നെ ഓർമ്മിക്കപ്പെടുന്ന മത്സരമായി മാറിയിരിക്കുകയാണ്. വണ്ടർ കിഡ് എന്ന വിളിപ്പേരിൽ നിന്ന് പുതിയ പുതിയ വിശേഷണങ്ങൾ തേടുകയാണ് ക്രിക്കറ്റ് ലോകം വൈഭവ് സൂര്യവംശി എന്ന 15-കാരനെ വിശേഷിപ്പിക്കുന്നതിലേക്ക്. എന്താണ് നടന്നതെന്ന് ഇപ്പോഴും സൺറൈസേഴ്സ് ആരാധകർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുംബൈ തകർത്തു വന്ന രാജസ്ഥാൻ ആ മൊമെൻറ്റം കീപ്പ് ചെയ്യുന്നു, മറ്റൊരു മികച്ച വിജയം സ്വന്തമാക്കുന്നു. എനിക്കിപ്പം MSK ഉണ്ട്, വിമലും ചേരുന്നുണ്ട്. MSKയിലേക്കാണ് ആദ്യം. MSK, നമ്മൾ IPL പ്ലേ ഓഫിലെ ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റിൻ്റെ കഥ പറഞ്ഞിട്ട് 12 മണിക്കൂർ പോലും തികഞ്ഞിട്ടില്ല. 281 റൺസിൻ്റെ സ്ട്രൈക്ക് റേറ്റിൽ രജത് പട്ടിദാറിൻ്റെ ആ ഒരു പ്രകടനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് തീർന്നില്ല. അതിനിടയ്ക്ക് 334 ഒരു സ്ട്രൈക്ക് റേറ്റ് വരുന്നു. വൈഭവ് സൂര്യവംശി എന്ന 15-കാരൻ ഇന്ന് അദ്ദേഹം കാണിച്ചു കൂട്ടിയത് എന്താണെന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണ് ക്രിക്കറ്റ് ലോകം. എന്താണ് ഈ പ്രകടനത്തെക്കുറിച്ച് പറയാനുള്ളത്? ഓർമ്മയിൽ എങ്ങനെങ്കിലും ഇത്തരത്തിൽ കിടപിടിക്കുന്ന ഒരു ഇന്നിങ്സ് മനസ്സിലുണ്ടോ? ഇന്ന് അദ്ദേഹം എന്ത് കാണിച്ചു എന്നതിന് തീർച്ചയായിട്ടും പാറ്റ് കമ്മിൻസ് അദ്ദേഹം തീർച്ചയായിട്ടും ഇന്ന് രാത്രി നമ്മളെക്കാൾ കൂടുതൽ പാറ്റ് കമ്മിൻസ് ആയിരിക്കും ആലോചിക്കുക. കാരണം മുമ്പ് പാറ്റ് കമ്മിൻസ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഒരു ഫാം ഹൗസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ഓഫ് സീസണിൽ ഈ ഫാം ഹൗസിലാണ് കൂടുതൽ സമയം ചിലവഴിക്കുക, ഒന്ന് ചിൽ മോഡിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ചിലവഴിക്കുക. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ഫാം ഹൗസിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഉറക്കം കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ഈ മനുഷ്യൻ്റെ വൈഭവ് സൂര്യവംശി ഒരു 15-കാരൻ്റെ മുമ്പ് ലോകം മുഴുവൻ ഇങ്ങനെ ലോകത്തിലുള്ള ഒരുവിധം ബോളർമാരൊക്കെ പേടിയോടുകൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ IPL സീസണിൽ ഞാൻ കണ്ടെടുത്തോളം നമുക്കറിയാം, ഒരു വൈഭവിൻ്റെ ബാറ്റിംഗ് കാണാൻ വേണ്ടി നമുക്കറിയാം ഈ ക്രിക്കറ്റ് സച്ചിന് വിരമിച്ച സമയത്ത് അല്ലെങ്കിൽ സച്ചിൻ്റെ 90s ആളുകൾ സച്ചിൻ്റെ കളി കാണാൻ വേണ്ടി മാത്രം ജോലിയിൽ ലീവ് എടുക്കുന്നു, അല്ലെങ്കിൽ ജോലിയൊക്കെ വിട്ട് എല്ലാ പരിപാടികളും വിട്ട് TV ഓൺ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളൊക്കെ പറയുന്നൊരു സിറ്റുവേഷനാണ്. അതേ ഒരു അവസ്ഥയാണ് വൈഭവ് ബാറ്റ് ചെയ്യുമ്പോൾ അത് കാണണം എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഈ ജിയോ ഹോട്ട്സ്റ്റാർ മാത്രം എടുക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വൈഭവിൻ്റെ ബാറ്റിംഗ് കാണാൻ വേണ്ടി എല്ലാ പണികളും മാറ്റി വെച്ചുകൊണ്ട് അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ, ഈ TV-ക്ക് മുമ്പിൽ നിൽക്കുന്ന ആളുകൾ ആ രീതിയിലേക്ക് ഇപ്പോൾ ഏതാണ്ട് മാറിയിരിക്കുകയാണ്. വൈഭവ് പാറ്റ് കമ്മിൻസ് അദ്ദേഹത്തിൻ്റെ ആവനാഴിയിലെ അസ്ത്രങ്ങളൊക്കെയും ഉപയോഗിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ ഓവറിലും മറ്റുമൊക്കെ അതിനുശേഷവും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം അടി തുടരുകയാണ്. ഈ ഏറ്റവും രസകരമായ കാര്യം, ക്രിസ് ഗെയിലിൻ്റെ 59 സിക്സർ എന്ന റെക്കോർഡ് 2012 വന്നത്. ആ സമയത്ത് ക്രിസ് ഗെയിൽ ബാറ്റ് 14. ഓക്കെ, അതായത് അന്ന് വൈഭവിന് ഒരു വയസ്സ് മറ്റാൻ പറ്റുള്ളൂ. അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. വൈഭവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുളങ്കര എപ്പിസോഡിൽ വൈഭവിന്റെ അച്ഛൻ അദ്ദേഹത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന് പോലെ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വൈഭവിന്റെ കാര്യം എന്ന് വെച്ചാൽ, ഈ ക്രിസ് ഗെയിൽ അടിച്ചു തകർക്കുന്ന സമയത്ത്, ക്രിസ് ഗെയിൽ 175 എടുത്ത ആ ഒരു സമയത്ത് നമ്മളൊക്കെ ക്രിസ് ഗെയിലിന്റെ ആ ഒരു മഹാമേരുവായിട്ടുള്ള മനുഷ്യൻ ഇദ്ദേഹം അടിക്കും എന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം അത്രയും ആജാനുബാഹുവായിട്ടുള്ള, വെറുതെ മിസ്ഹിറ്റുകൾ പോലും സിക്സറുകൾ അടിക്കുന്ന ഒരു താരം, ഒരു ജയാന്റ് ആയിട്ടുള്ള ക്രിസ് ഗെയിൽ അദ്ദേഹം അടിച്ചു തകർക്കും. ഈ റെക്കോർഡൊന്നും ഒരിക്കലും തകർക്കപ്പെടാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചതാണ്. ആ റെക്കോർഡാണ് 15 വയസ്സുകാരനാണ് ക്രിസ് ഗെയിലിനെ പോലുള്ള ഒരു ഫിസിക്കോ ഒന്നും ഇല്ലാത്ത ഒരു പയ്യൻ വന്ന് അടിച്ച് കളയുന്നത്. അതായത് 59 സിക്സറുകളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 65 സിക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. 65 സിക്സ് എന്ന് പറയുമ്പോൾ 50 ഇന്ത്യൻ താരം, അതെ, 65 സിക്സിൽ എത്തി നിൽക്കുന്നു. അതെ, 65 സിക്സ് എന്ന് പറയുമ്പോൾ 380 റൺസെങ്കിലും അദ്ദേഹം സിക്സറിലൂടെ മാത്രം നേടിയിട്ടുണ്ട്. ഈ കളിയിൽ മാത്രം 12 സിക്സറുകൾ. അപ്പോൾ അതും ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന റെക്കോർഡ് അവിടെ ഉണ്ട്. അപ്പോൾ സിക്സറുകൾ കൊണ്ട് അദ്ദേഹം എത്ര അനായാസമായിട്ടാണ് അടിക്കുന്നത് നോക്കുക. അതായത് ഒരു രക്ഷയില്ല. ഒരു എന്താ, ഈ യശസ്വി ജയ്സ്വാളും ഇദ്ദേഹവും ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇടയ്ക്ക് അശ്വിൻ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഒരു 2004-2005 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഓപ്പണേഴ്സ് ആയിരുന്നു ആകാശ് ചോപ്രയും വീരേന്ദ്ര സെവാഗും. ടെസ്റ്റിൽ ഇവർ രണ്ടുപേരും ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ ആകാശ് ചോപ്ര ടെക്നിക്കലി നല്ലൊരു പ്ലെയറാണ്, പക്ഷേ എങ്കിൽ കൂടിയും വീരേന്ദ്ര സെവാഗ് അപ്പുറത്തും അടിച്ച് തകർക്കുമ്പോൾ നമ്മൾ സെവാഗിൻ്റെ ബാറ്റിംഗ് മാത്രമാണ്. അതായത് ഒരു 100 റൺസ് ഉണ്ടെങ്കിൽ 80 റൺസും സെവാഗാണ് നേടുക. യശസ്വി ജയ്സ്വാൾ നമുക്കറിയാം ഈ ജെയിംസ് ആൻഡേഴ്സനെ അടക്കം ഹാട്രിക് 6 ഒക്കെ അടിച്ചുകൊണ്ട് ഒരു എക്സ്പ്ലോസീവ് ബാറ്റർ തന്നെയാണ്. പക്ഷേ ഇവർ രണ്ടുപേരും, വൈഭവ് സൂര്യവംശിയും അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാളും ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ ഈ യശസ്വി ജയ്സ്വാളിന് ഒരു ആകാശ് ചോപ്രയെ പോലെ തോന്നിപ്പോകുന്നു എന്നിടത്താണ് ഈ വൈഭവ് സൂര്യവംശിയുടെ മിടുക്കും അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലെ ആ ഒരു എന്താ പറയുക, നമ്മളെയൊക്കെ ആകർഷിക്കുന്ന ആ മാസ്മരികതയൊക്കെ നമുക്ക് മനസ്സിലാവുക. അപ്പം ഒരിക്കലും തകർക്കപ്പെടാൻ സാധ്യതയില്ല എന്ന് കരുതിയ ക്രിസ് ഗെയിലിൻ്റെ റെക്കോർഡ് ക്രിസ് ഗെയിലിനെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ക്രിസ് ഗെയിൽ ഓർമ്മിപ്പിച്ചു എന്നതിനേക്കാൾ ഉപരി ക്രിസ് ഗെയിലിനേക്കാളും ഈ ഒരു ഫിസിക്ക് വെച്ചിട്ട് ഈ 15-ാമത്തെ വയസ്സിൽ ഈ ലോകം മുഴുവൻ ഈ പയ്യൻ കീഴടക്കി എന്ന് പറയുമ്പോൾ അടുത്ത ഒരു 2
പതിറ്റാണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു 2.5 പതിറ്റാണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പേരിലായിരിക്കും ക്രിക്കറ്റ് ലോകം അറിയപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പം ഹിറ്റേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ IPL തന്നെ ഒരുപാട് ഹിറ്റേഴ്സിനെ കണ്ടു. വളരെ പരാജയമായൊരു ഹിറ്റർ ഉണ്ടായിരുന്നു. ഒരു മത്സരത്തിൽ മാത്രം ഹിറ്റിംഗ് എബിലിറ്റി കൊണ്ട് 13 പന്തിൽ 50 അടിച്ച ഉർവിൽ പട്ടേൽ എന്ന CSKയുടെ താരം. അദ്ദേഹത്തിന് ഒറ്റ ഷോട്ട് മാത്രമേ വശമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വൈഭവ് സൂര്യവംശിക്ക് ടെക്നിക്ക് കൂടിയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഹിറ്റിംഗ് ഒക്കെ അതിർത്തി വരെ കടക്കുന്നതും. അത് മാത്രമല്ല അത് കൺസിസ്റ്റൻ്റായി അദ്ദേഹം ചെയ്യുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മത്സരം വൈഭവിൻ്റെ പേര് തന്നെയാണ്. ആ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇവനൊരു കടുത്ത IPL ആരാധകനാണ്, എനിക്കറിയാം. എല്ലാ മത്സരങ്ങളും വിടാതെ കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒട്ടുമിക്ക താരങ്ങളെക്കുറിച്ചും അറിയാം. നമ്മൾ ക്രിസ് ഗെയിലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹാർഡ് ഹിറ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അവരുടെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഏരിയ ഉണ്ടാകും. ആ ഏരിയയിലേക്ക് അവർക്ക് കൂടുതൽ റൺസ് സ്കോർ ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ, വൈഭവിൻ്റെ ബാറ്റിങ്ങിൻ്റെ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു കംപ്ലീറ്റ് 360 പ്ലെയർ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. നമ്മൾ സൂര്യകുമാർ യാദവിനെ പറയാറുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഷോട്ടുകൾ പോലും അദ്ദേഹത്തിൻ്റെ ശൈലിയിലുള്ള തനതായ ഷോട്ടുകളാണ്. പക്ഷേ ഇത് ക്രിക്കറ്റിംഗ് ഷോട്ടുകളാണ് വൈഭവ് ഇന്ന് കളിച്ചിട്ടുള്ളതെന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. പേസർമാരെ അർഹിക്കുന്ന ബഹുമാനം കൊടുക്കുന്നുണ്ട്. സ്പിന്നർമാരെ ഇറങ്ങി ലോഫ്റ്റഡ് ഷോട്ട് കളിക്കുന്നുണ്ട്. ഷോർട്ട് പിച്ച് പന്തുകളെ അദ്ദേഹം മിഡ് വിക്കറ്റിലൂടെയും ലെഗ് സൈഡിലേക്കും ധാരാളമാണ് കളിക്കുന്നുണ്ട്. സ്പിന്നർമാർ ഇറങ്ങി അടിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സ്ലോ ഷോട്ടുകൾ വരുന്നുണ്ട്, ഇൻസൈഡ് ഔട്ട് ഷോട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ 33% ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് റൺസ് വന്നത് ഏതാണ്ട് കവർ ഭാഗത്തുകൂടിയാണ്, എക്സ്ട്രാ കവറിന് ആ ഭാഗത്തുകൂടി അദ്ദേഹം ഓഫ് സൈഡിൽ കളിക്കുന്നു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ചാർട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന എല്ലാ ഭാഗത്തേക്കും വൈഭവിൻ്റെ ഷോട്ടുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരു സമ്പൂർണ്ണ ക്രിക്കറ്റ് താരം, ഒരു ബാറ്റർ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഈ 15-ാം വയസ്സിൽ തന്നെ. ഇന്നത്തെ മത്സരത്തിൽ ആ കാഴ്ച കണ്ടുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയാണ് വിമലിന് ഫീൽ ചെയ്തത് ആ മത്സരം? സത്യം പറഞ്ഞാലേ നമ്മൾക്ക് ആദ്യം ബിഗ് ഹിറ്റ് കണ്ടു തുടങ്ങി നമ്മൾ ക്രിസ് ഗെയിലിൽ നിന്നാണല്ലോ. അപ്പോൾ യൂണിവേഴ്സൽ ബോസ് എന്നുള്ള വിളിപ്പേര് നമ്മൾ പല കളിക്കാൻ പോകുമ്പോഴെല്ലാം നമ്മൾ ആ വിളിപ്പേര് യൂസ് ചെയ്തിട്ട് നമ്മുടെ ടീമിൽ ഒന്ന് ഇടപെട്ടോട്ടെ. ആ വിളിപ്പേര് ഇപ്പം വണ്ടർ കിഡ് എന്നുള്ള പേര് മാറി യൂണിവേഴ്സൽ ബേബി ബോസ്. അതാണ് പറയാൻ വന്നിരുന്നത്. വിശേഷം ഇന്നാണ് അത് മറ്റു TV തെളിഞ്ഞാണ്ടപ്പോൾ നമുക്ക് വേറൊരു ഫീലായിരുന്നു അത്. അപ്പോൾ എന്താ പറയുക, പാറ്റ് കമ്മിൻസ് ടോസ് ഇട്ടിട്ട് ബോളിംഗ് എടുത്തു കഴിഞ്ഞിട്ടിപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് അവരും കമ്മിൻസ് തന്നെ വിചാരിച്ചിട്ടുണ്ടാവും സൂര്യവംശിനെ ഔട്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സിമ്പിളായിരിക്കും കളി. അപ്പോൾ അവരുടെ ടോപ്പ് 3 പെർഫോമൻസ് ആണല്ലോ മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവരെ ഔട്ടാക്കി കഴിഞ്ഞാൽ ബാക്കി കളി പിടിക്കാന്നുള്ള ഇതിലായിരുന്നു ബോൾ ചെയ്തിരുന്നത്. ടോസ് ബോളിംഗ് സെലക്ട് ചെയ്തത്. പക്ഷേ കളി മൊത്തത്തിൽ മാറി വരുന്ന ഒരു സംവിധാനം കണ്ടത്. ആദ്യത്തെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ, എന്താണോ പാറ്റ് കമ്മിൻസിന് ആഗ്രഹിച്ചത് അത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അത് പ്രാവർത്തികമായത്. അതായത് ആർച്ചർ വന്നിട്ട് ആദ്യത്തെ 3 ഓവറിൽ 3 വിക്കറ്റ് എടുക്കുക. ഇവരെ 3 ബാറ്റ്സ്മാൻമാരെ ഔട്ടാക്കി തീർന്നപ്പോൾ തന്നെ ഏകദേശം അവർ കളി തോറ്റ പോലെയായി. പിന്നെ പറയാനുള്ളത് മറ്റേ സൂര്യവംശിയുടെ ബാറ്റിംഗ് തന്നെയാണ്. സൂര്യവംശിയുടെ ഹിറ്റിങ് ടൊമ്പു യൂണിവേഴ്സൽ ബേബി ബോസ് എന്നുള്ള വിളിപ്പേര് കണ്ടപ്പോൾ തന്നെ സമാധാനമായി. അത് ഈ ഒരു 15-ാം വയസ്സുകാരൻ എങ്ങനെയാണ് ഇത് സാധ്യമാക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് ആലോചിച്ചൊരു പിടിയും കിട്ടുള്ളൂ. ഇയാൾ ഇത് മനുഷ്യൻ തന്നെയാണോ മറ്റേ നമ്മുടെ അസാധ്യമായ കൈക്കരുത്ത്. അതെ ആ ടൈമിങ്ങിലാണ് അതായത് ഇപ്പോൾ ബൗളർ പന്ത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പന്തിന്റെ ലൈനും ലെങ്ത്തും ജഡ്ജ് ചെയ്യാൻ കഴിയുന്ന അപൂർവ സൃഷ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ തരത്തിൽ ചോദിച്ചിട്ടുണ്ട് ഇത് പയ്യനാണോ മറ്റേ വിക്രം രാത്തോടിനോട് കമന്റേറ്റർ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഉപദേശം. അതെ ബാറ്റിംഗ് കോച്ചാണ്. അപ്പൊ ഞാനൊന്നും പറയാറില്ല, അടിക്കുകയാണ് അദ്ദേഹം പറയുന്നത്. എന്ത് സ്ട്രാറ്റജിയാണ് പറഞ്ഞു കൊടുത്തു വിട്ടേന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് എനിക്കറിയാം, ഞാനൊന്നും സംസാരിച്ചിട്ടില്ല, സംസാരിക്കാറില്ല എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇന്നത്തെ കളി കണ്ടപ്പോഴേ ഈ വൈഭവ് സൂര്യവംശി സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം പ്രഫുൽ ഹിംഗെ എന്ന ബൗളറുമാണെന്ന് തോന്നുന്നു. കാരണം ഈ സീസണിൽ അദ്ദേഹത്തെ 0 പുറത്താക്കുന്നൊരു ഏപ്രിൽ 13 നടന്ന മത്സരത്തിൽ നമ്മൾ കണ്ടു. അതിന് തൊട്ടടുത്ത മത്സരത്തിൽ തന്നെ വൈഭവ് സൂര്യവംശി മറുപടി കൊടുക്കുന്നുണ്ട്. തുടർച്ചയായിട്ട് 4 സിക്സറുകൾ അടിച്ചിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. ആ മത്സരത്തിൽ അതിവേഗം സെഞ്ചുറി കുറിക്കുന്നുണ്ട്. ഇന്നത്തേക്ക് വരുമ്പോൾ വീണ്ടും സൺറൈസേഴ്സ് ഹൈദരാബാദ് അവർക്ക് വൈഭവിന് മുന്നിൽ ബലിയാടായി പോവുകയാണ്. അപ്പോൾ 2 മത്സരങ്ങൾ ഈ സീസണിൽ കളിച്ചിട്ടും വൈഭവിനെ പിടിത്തം കിട്ടാതെ പോകുന്ന, നേരത്തെ പറഞ്ഞ കമ്മിൻസിൻ്റെ ഉറക്കം കെടുത്തുന്ന തരത്തിലേക്ക് വളരാൻ ഈ താരത്തിന് അനുയോജ്യമായിട്ടുള്ള ഘടകം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ബാറ്റിംഗ് കണക്കുകളെ പരിശോധിക്കുകയാണെങ്കിൽ, അത് ബാറ്റിംഗ് ടെക്നിക്കൽ പരിശോധിക്കുകയാണെങ്കിൽ വൈഭവ് എവിടെയാണ് വേറിട്ട് നിൽക്കുന്നത്? ടെക്നിക്കലി ഈസ് ബ്രില്യൻറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു 6 അടിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ പാദങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതായത് ഫുട് വർക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ലെഗ് സൈഡിലേക്ക് ഒരു 6 അടിച്ചു, ഒരു പുൾ ഷോട്ടിലൂടെ 6 അടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 2 പാദങ്ങളുടെയും ആ ഒരു വിന്യാസം,
അത് കറക്റ്റായിട്ട് ക്രിക്കറ്റിംഗ് പിന്നെ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് പറയുന്ന കോപ്പി ബുക്ക് ശൈലിയിലാണ്. അതായത് ഒരു കാല് ഇങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ക്യാമറയിൽ കിട്ടില്ല എങ്കിൽ കൂടിയും ആ രണ്ട് കാലുകളുടെയും ഫുഡ് പൊസിഷൻ ബോഡി ബാലൻസ് കറക്റ്റ് ബോഡി ബാലൻസ് കറക്റ്റാണ്. ഇപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. പിന്നുള്ളത് പിന്നെ ആ ഒരു മൈൻഡ് സെറ്റാണ്. അതായത് ഒരു ഫിയർലെസ് അപ്രോച്ചാണ്. ആ മൈൻഡ് സെറ്റ് പിന്നെ കൃത്യമായിട്ട് നമുക്ക് ഈ ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിനൊപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്നുള്ളത് ഇത് ശരിക്കും ഈ വൈഭവിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഇതൊരു എറാ ഷിഫ്റ്റ് കൂടിയാണ്. അതായത് വൈഭവ് ഇപ്പോൾ ഇന്ന് 97 നിൽക്കുമ്പോഴും 6-നാണ് ശ്രമിച്ചത്. അതായത് നമ്മളിപ്പം പിന്നെ നമുക്കറിയാം ഇപ്പോൾ സുനിൽ ഗവാസ്കറുടെ കാലം കഴിഞ്ഞു, സച്ചിൻ്റെ കാലത്തേക്ക് എത്തി, സച്ചിൻ്റെ കാലം കഴിഞ്ഞു, വിരാട് കോഹ്ലിയുടെ കാലത്തേക്ക് എത്തി, കുറച്ചുകൂടി അഗ്രസീവ് എന്ന രീതിയിലേക്ക് വന്നു. അപ്പോൾ പോലും വിരാട് കോഹ്ലിയുടെ ഇത്രയും സെഞ്ചുറികൾ, അതായത് 80-ലധികം സെഞ്ചുറികൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഒരു വിരാട് കോഹ്ലി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ സെഞ്ചുറി അടിക്കാൻ വേണ്ടി ശ്രമിക്കും എന്ന രീതിയിലായിരുന്നു കളി ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സമയത്ത് പോലും അദ്ദേഹം 97 നിൽക്കുമ്പോൾ പോലും ഒരു പിന്നെ സെഞ്ചുറി അല്ല, ഈ ഒരു 6 അടിക്കുക, ആ ലൈനിൽ തന്നെയാണ്. ഇന്ന് അദ്ദേഹം ഏതാണ്ട് ഒരു സെവാഗിന്റെ ക്വാളിറ്റി. അതെ, സെവാഗിന്റെ ക്വാളിറ്റി. അതായത് ഒരു എറ ശരിക്കും ഷിഫ്റ്റ് ആയിട്ടുണ്ട്. വിരാട് കോഹ്ലി കാലഘട്ടത്തിൽ നിന്നും T20 എറ കൃത്യമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ടാക്ടിക്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു 200 പോലും സേഫ് അല്ല, ഒരു 250+ മുകളിലാണ് ആവറേജ് 250-ലേക്ക് വന്നിട്ടുണ്ട്. അതെ, ഇന്ന് അദ്ദേഹം പുറത്തായപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നിരാശ, നമുക്ക് ഒരു കരച്ചിലിന്റെ വക്കോളം എത്തിയിരുന്നു. എനിക്ക് ഇടയ്ക്ക് കരഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഡഗൌട്ടിലിരിക്കുന്ന പല കുറി എടുത്ത് കാണിക്കുന്ന ക്ലോസപ്പ് ഷോട്ടുകൾ അദ്ദേഹം കരഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇന്നത്തെ ഒരു സെഞ്ചുറി. ഈ സെഞ്ചുറി അല്ലേ, അദ്ദേഹം തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് സഞ്ജു സാംസണും മറ്റുമൊക്കെയുള്ള ഈ ലോകകപ്പിന്റെ തൊട്ട് മുമ്പുള്ള ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ IPL ഏത് റെക്കോർഡാണ് നിങ്ങൾക്ക് മറികടക്കാൻ ഏറ്റവും ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഗെയിലിന്റെ റെക്കോർഡ് മറികടക്കണം. അദ്ദേഹം അന്ന് ഉദ്ദേശിച്ചത് ഗെയിലിന്റെ 175 ആണ്. പക്ഷെ ഇന്ന് ഗെയിലിന്റെ റെക്കോർഡായിരുന്നു 30 പന്തിൽ സെഞ്ചുറി എന്നുള്ള റെക്കോർഡ്. അപ്പോൾ ആ ഒരു 6-ന് പോലും ശ്രമിച്ചിരിക്കുന്നത് ആ പന്ത് ബൗണ്ടറി ആയിരുന്നെങ്കിൽ 29 പന്തിൽ അദ്ദേഹം സെഞ്ചുറിയിലേക്ക് എത്തുമായിരുന്നു. അപ്പോൾ ആ ഒരു പിന്നെ ഒരു 15-കാരൻ്റെ പിന്നെ കരച്ചിലോളം എത്തിയ ആ ഒരു മുഖഭാവം തീർച്ചയായിട്ടും അത് ക്രിക്കറ്റ് മൈതാനത്ത് ഒരുപാട് കാലം നമ്മുടെ മനസ്സിലുണ്ടാവും. കാരണം അദ്ദേഹം പോകുന്ന സമയത്തും കുമാർ സംഗാക്കറെ പോലുള്ള കോച്ചടക്കം അല്ലെങ്കിൽ അങ്ങനെയുള്ള ജനങ്ങൾ മൊത്തം അദ്ദേഹത്തിന് വേണ്ടി കൈയടിക്കുകയാണ്. കാരണം പിന്നെ ഈ ഒരു ഘട്ടത്തിൽ പിന്നെ നമുക്കറിയാം, അദ്ദേഹം അടിച്ചു തുടങ്ങുന്ന സമയത്ത് ഗ്രൗണ്ടിൽ ഫീൽഡർമാരേ ഇല്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു. പക്ഷേ അദ്ദേഹം ഔട്ടായപ്പോൾ ഒരു 50 ഫീൽഡർമാരെങ്കിലും ഗ്രൗണ്ടിലുണ്ട് എന്നുള്ള രീതിയിലാണ് പിന്നീട് കാര്യങ്ങൾ പോയത്. യശസ്വി ജയ്സ്വാളിന് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിനുശേഷമുള്ള ബാറ്റർമാർ, അതായത് RRന്റെ ഈ അവസാന 40 പന്തുകളിൽ അവർക്ക് വെറും 50 റൺസോ മറ്റോ ആണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ സ്കോറിംഗ് റേറ്റ്, അതായത് ആദ്യ പവർ പ്ലേയിൽ 13 സംതിങ് ആയിരുന്നു റൺ റേറ്റ്. പിന്നീട് വരുന്ന 7-15 വരുമ്പോൾ 14 ഉയരുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം ധ്രുവ് ജുറയിലും റയാൻ പരാഗും ചേർന്നൊരു കൂട്ടുകെട്ടാണ്. പക്ഷെ അവസാനം അതിനുശേഷം വന്ന ഓവറിലേക്ക് വരുമ്പോൾ റൺ റേറ്റ് 7-ലേക്ക് താഴുന്നുണ്ട്. അതെ, 40 പന്തിൽ അവസാനം 50 റണ്ണോ അങ്ങനെയാണ് നേടാൻ കഴിഞ്ഞത്. അവിടെ ഈ രാജസ്ഥാൻ ശരിക്കും ഒരു 280 റൺസ് വെറുതെ കളയുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇന്നലത്തെ മാച്ചിൽ നമ്മൾ മറ്റേ പടിദാറിനെ പറ്റി പറയുന്ന പോലെ ക്യാപ്റ്റൻ ഇന്നിങ്സ് ആയിരുന്നു നമുക്ക് ആവശ്യമായിട്ട് വന്നിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ബൗണ്ടറിയുടെ വലിപ്പം കൂടുതൽ കൂടി കുറച്ച് വിക്കറ്റുകൾ പോകാൻ കാരണം 81 മീറ്ററോളം അടിക്കുന്ന സിക്സുകളാണ് വലിയ ഹ്യൂജ് സിക്സുകളായിട്ട് മാറുന്നത്. അതേസമയം ലോങ് ഓണിൽ അടക്കമുള്ള പല ക്യാച്ചുകളും എടുക്കുകയാണെങ്കിൽ ആ ബൗണ്ടറിയുടെ വലിപ്പം കൂടുതൽ കൊണ്ടുകൂടി ഇന്ന് രാജസ്ഥാന് കുറച്ച് വിക്കറ്റുകളും, കുറഞ്ഞ പക്ഷം 3 വിക്കറ്റുകളെങ്കിലും നഷ്ടമായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേ ലൈനാണ് മറ്റേ കമ്മിൻസിനെയൊക്കെ വൈഭവ് സൂര്യവംശി തുടക്കം തന്നെ അടിക്കുന്നത്. ശരിയാണ്, സംഭവം ശരിയാണ്. പക്ഷേ ചില മിസ് ഷോട്ടുകളെങ്കിലും ക്യാച്ചുകളായി മാറിയതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു ഈ ബൗണ്ടറിയുടെ വലിപ്പം കൂടുതലായിരിക്കാം എന്നുള്ളതാണ്. ഒരുപക്ഷെ 65-60 മീറ്റർ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് 6 ആവുന്നത്. എന്നാലും ഈ വൈഭവിലേക്ക് വരുമ്പോഴേ ഈ ഭയമില്ലായ്മ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. 2 അദ്ദേഹത്തിൻ്റെ കൈയുടെ കരുത്ത് എന്ന് പറയുന്നത്. 3 ടൈമിങ്ങിലെ കൃത്യത. പിന്നെ വരുമ്പോൾ ബൗളർമാരുടെ ലൈൻ തകർക്കുന്ന ഒരു, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആദ്യം തന്നെ ബൗളർ എന്താണോ എറിയാൻ പോകുന്നത് മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ്. നമ്മൾ ഈ ഒരു താരം നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്. അതെ. ഇപ്പോൾ നമ്മൾ ഇപ്പം MSK പറഞ്ഞില്ലേ, ഒരു പ്രസ് മാച്ച് കോൺഫറൻസിൽ മറ്റേ സ്കെയിൽ റെക്കോർഡ് വെറ്റിക്കുന്നുള്ള രീതിയിൽ ആഗ്രഹം പറഞ്ഞുള്ളത്. 1-2 സീസണിൽ മാത്രമേ ആ റെക്കോർഡ് വെറ്റിക്കുന്നുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ മെസ്സിയൊക്കെ മെസ്സിയുടെ റെക്കോർഡ് തന്നെ വെട്ടിക്കുന്ന പോലെ സൂര്യവംശി എന്നാലും സൂര്യവംശിയുടെ റെക്കോർഡ് വെട്ടിക്കുക എന്നുള്ളത് അത് മാത്രമേ നമ്മൾ കാണാനുണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇനി തീർച്ചയായും അങ്ങനെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സൂര്യവംശയെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സൂര്യവംശയ്ക്ക് ശേഷം ജോഫ്ര ആർച്ചറിനെ കുറിച്ച്, പക്ഷേ നമ്മൾ ധ്രുവ് ജുറേലിനെ മറന്നു വരുതെന്ന് തോന്നുന്നു ഇന്നത്തെ കളിയിൽ. കാരണം സൂര്യവംശി മടങ്ങിയതിന് ശേഷം യശസ്വി ജയ്സ്വാൾ മടങ്ങിയ ശേഷം അവിടെ ഒരു
ഒരു തകർച്ചയുടെ ഘട്ടം, അല്ലെങ്കിൽ സൺറൈസേഴ്സ് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ 2 വിക്കറ്റുകൾ പോകുന്നു, റൺ റേറ്റ് പെട്ടെന്ന് താഴുന്നു. പക്ഷേ ആ മൊമെൻറ്റം അത് ബാധിച്ചിട്ടില്ല ഈ 2 വിക്കറ്റുകൾ എന്ന രീതിയിൽ ധ്രുവ് ജുറേൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ക്ലാസിക്കൽ കളി. ഇന്ന് അദ്ദേഹം ക്ലാസിക്കൽ കളി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഷോട്ടുകൾ, ഇത് പാറ്റ് കമ്മിൻസിനെ അടിച്ചിട്ടുള്ള ആ ഓരോ ഓവറിൽ അദ്ദേഹം ഒരു ഓഫ് ബ്രേക്ക് ശൈലിയിൽ വന്ന പന്തിനെ അദ്ദേഹം സ്കൂപ്പ് ചെയ്യുന്നുണ്ട്, ബൗണ്ടറിയിലേക്ക് കടത്തുന്നത്. തൊട്ട് പിന്നാലെ അദ്ദേഹം ഒരു ഹുക്ക് ഷോട്ട് കളിക്കുന്നത്, കണ്ണിൻ്റെ ലെവലിലേക്ക് വരുന്ന പന്തിനെ അദ്ദേഹം 6 അടിച്ച് നടത്തുന്നുണ്ട്. ആ ഓവറിൽ തന്നെ പാറ്റ് കമ്മിൻസിനെ ഒരു സ്ട്രൈറ്റ് ഡ്രൈവിലൂടെ 4 അടിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഷോട്ടുകളുടെ വൈവിധ്യം കൊണ്ടുകൂടി ആധികാരികമായിട്ട് നിറഞ്ഞ ഇടയ്ക്ക് അദ്ദേഹം ഒരു അപ്പർ കട്ട് ഷോട്ട്, അത് നമ്മൾ 2003 ലോകകപ്പിൽ സച്ചിനും പിന്നീട് വീരേന്ദ്ര സെവാഗും അടിച്ചതുപോലെയുള്ള ഒരു അപ്പർ കട്ട് 6 അദ്ദേഹം പായിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ വൈഭവ് സൂര്യവംശി പറയുന്നത് പോലെ തന്നെ ഇമ്പാക്റ്റ് ഈ കളിയിൽ ഇന്നുണ്ടാക്കിയിട്ടുള്ളത് ധ്രുവ് ജുറേലാണ്. ധ്രുവ് ജുറേലിനെ നമുക്കറിയാം, ഇന്ത്യൻ ടീമിലേക്ക് അവസരം കിട്ടിയപ്പോൾ ആ അവസരം വേണ്ടത്ര ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയൊരു താരം കൂടിയാണ്. ഈ IPL ശേഷം അദ്ദേഹം ആ ഒരു ക്ലെയിം വീണ്ടും ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ ധ്രുവ് ജുറേലിൻ്റെ ആ ഒരു പ്രകടനത്തെക്കുറിച്ച് കൂടി നമുക്ക് മറക്കാതെ പറയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ മാത്രമല്ല, ഈ സീസണിൽ ധ്രുവ് ജുറേൽ നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. 500-ലധികം റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അപ്പം ഈ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം ഹെൻറി ക്ലാസൻ എന്ത് റോളാണോ നിർവഹിക്കുന്നത് അതേപോലെ തന്നെ ധ്രുവ് ജുറേൽ പൊസിഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. പൊസിഷൻ മാത്രമേ വ്യത്യാസം. അതായത് മൂന്നാമത് ഇറങ്ങാൻ പറ്റിയ ആളാണ്. നാലാമത്. പക്ഷേ കൃത്യമായിട്ടും ആ റോളുകൾ കൃത്യമായിട്ടും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പല ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ചില മത്സരങ്ങളിലെങ്കിലും ഞാൻ അതിന് മുമ്പ് വിമർശന വിധേയമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടുഡേ അദ്ദേഹം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. കാരണം ആ സമയത്ത് ആ ഒരു മൊമെന്റം നഷ്ടപ്പെടരുത് എന്ന രീതിയിൽ തന്നെ ഇപ്പം വൈഭവ് സൂര്യവംശി 29 പന്തിൽ 93 റൺസുമായി പുറത്തായി നിൽക്കുന്ന ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു തകർച്ച നമ്മൾ കഴിഞ്ഞ IPL മത്സരങ്ങളിലൊക്കെ കണ്ടത് വൈഭവിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വൈഭവിനെ കൂടുതൽ ആശ്രയിച്ചുകൊണ്ടുള്ളൊരു രാജസ്ഥാൻ റോയൽസിനെയാണ് കണ്ടത്. വൈഭവിനെ കൊണ്ട് പരമാവധി പണിയെടുപ്പിക്കുക, അതിൻ്റെ നേട്ടം ക്യാപ്റ്റൻ റിയാൻ പരാഗും ടീമൊക്കെ കൊയ്യുക എന്നുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. പക്ഷേ ധ്രുവ് ജുറേൽ ആ സമയത്ത് കൃത്യമായിട്ടും സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളത്. പിന്നെ അതിനുശേഷം ഈ റിയാൻ പരാഗും കൂടി ഔട്ടായപ്പോഴാണ് അവർ തകരാൻ തുടങ്ങിയത്. ഇതിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തകർക്കുന്നതിൽ ഫസ്റ്റ് ബോളിൽ തന്നെ അഭിഷേക് ശർമ്മയെ പുറത്താക്കിയ ആ ഒരു പന്ത്, അതായത് 149 പേസ് ഉണ്ടായില്ല, കണ്ടിട്ടില്ല. അത്രയും വേഗതയിൽ ആദ്യ പന്ത് തന്നെ, അതൊരിക്കലും അഭിഷേക് ശർമ്മ അങ്ങനെ ഒരു പന്ത്, ആ ഫസ്റ്റ് പന്ത് തന്നെ ആ ഒരു രീതിയിൽ ഒരു ബൗൺസർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം സംശയമാണ്. ജോഫ്ര ആർച്ചർ, അദ്ദേഹം എന്തോ സെലിബ്രേഷൻ നേരത്തെ തുടങ്ങിയതായിട്ട് ബോളില്. അതെ, പുള്ളിക്ക് അത് അറിയാം, വിക്കറ്റ് ഞാൻ എടുക്കും എന്നുള്ളത്. ആർച്ചറിനെ കുറിച്ച് പലപ്പോഴും, അതായത് അഭിഷേകിന്റെ നമ്മള് ലോകകപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് അഭിഷേക് എക്സ്പോസ്ഡ് ആയി എന്നുള്ളതാണ്. അത് ഇന്നത്തെ ബോളുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അതായത് ഈ ഫസ്റ്റ് ബോൾ തന്നെ ഒരു ചാൻസിന്റെ പോലെ തന്നെയായിരുന്നു. ഇതിലിപ്പോ ഈ വർഷം 2026 എന്ന വർഷം മാത്രം ഏറ്റവും കൂടുതൽ ഡെക്കിന് പുറത്തായിരിക്കുന്നത്, അതായത് ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ ഡെക്കിന് T20 മത്സരങ്ങൾ ഡെക്കിന് പുറത്തായിരിക്കുന്നത് അഭിഷേക് ശർമ്മയാണ്. 8 പ്രാവശ്യമാണ്. രോഹിത് ശർമ്മ 7 പ്രാവശ്യമുണ്ട്. സഞ്ജു സാംസൺ 6 പ്രാവശ്യമുണ്ട്. അപ്പം 8ാമത്തെ പ്രാവശ്യവും പുറത്തായിരിക്കുകയാണ്. ഇപ്പം ജോഫ്ര ആർച്ചർ നേരത്തെ തന്നെ സെലിബ്രേഷൻ തുടങ്ങി എന്ന്, അത് ആർച്ചറിന് ഉറപ്പുള്ള പോലെയാണ് ഈ വിക്കറ്റ് എടുക്കുക എന്നുള്ളത്. ഇപ്പം ആർച്ചറിനെ കുറിച്ച് പലപ്പോഴും പറയാറുള്ളത് അദ്ദേഹം ഒരു നോസ്ട്രഡാമസ് ആണ് എന്ന് പറയാറുണ്ട്. അതായത് അദ്ദേഹം ഇപ്പോൾ ചെയ്ത കാര്യം ഒരു 2013-ലോ 2014-ലോ അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ചില പഴയ ട്വീറ്റുകൾ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആവർത്തിക്കുന്നു, അത് വാർത്തയാകുന്നു എന്ന തരത്തിലുള്ള, അതേപോലെ ഇപ്പം ചിലപ്പോൾ എഡിറ്റ് ഹിസ്റ്ററി അല്ല, ഇപ്പൊ 2-3 വർഷം മുമ്പുള്ള IPL മത്സരങ്ങൾക്കിടെ തന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ 2013-ലും 2014-ലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ സമയത്തേക്ക് നടന്ന രൂപത്തിൽ ഇദ്ദേഹത്തിന് നോസ്ട്രഡാമസ് ആയിട്ടൊക്കെ മുദ്ര കുത്തിയിട്ടുള്ള ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മേ ബി നമുക്കൊന്ന് ചെകേണ്ടി വരും അദ്ദേഹത്തിന്റെ ട്വിറ്റർ ഹിസ്റ്ററി. ഈ അഭിഷേകിനെ ഫസ്റ്റ് ബോളിൽ ഔട്ടാക്കുന്നത് അദ്ദേഹം 2018-ലോ 2017-ലോ ഞാൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടി വരും. ഈ ട്രവിസ് ഹെഡ് 17 റൺസിൽ പുറത്താകുന്നു. ഇഷാൻ കിഷൻ ഒരു ചെറിയ പോരാട്ടം പോസിറ്റീവായിട്ട് കളിച്ചു, നല്ലോണം ഹിറ്റ് ചെയ്തിരുന്നു. 33 റൺസ് എടുത്ത് അദ്ദേഹം ഒന്ന് പൊരുതാൻ ശ്രമിക്കുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് നിതീഷ് റെഡ്ഡിക്ക് മാത്രമാണ് ആ രീതിയിലേക്കുള്ള ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റിയത്. 38 റൺസ് 20 പന്തിൽ. വാലറ്റത്ത് കുമാർ ഒരു 24 പന്തിൽ 27 റൺസ് എടുക്കുന്നു. പക്ഷേ ബൗളിംഗ് പാറ്റേണിലേക്ക് വരുമ്പോൾ ജോഫ്ര ആർച്ചർ 58 റൺസിന് 3 വിക്കറ്റ്, ബർഗർ 26-ന് 2 വിക്കറ്റ്, ബ്രിജേഷ് ശർമ്മ 3 ഓവറിൽ 31 റൺസ് കൊടുക്കുന്നു. മറുഭാഗത്ത് ഇതായിരുന്നില്ല അവസ്ഥ. മറുഭാഗത്ത് നിതീഷ് കുമാർ റെഡ്ഡിയുടെ ബോളിംഗ് നമ്മൾ എടുത്തു പോയി. അദ്ദേഹം 2 ഓവറേ ലഭിച്ചിട്ടുള്ളൂ എങ്കിലും 12 റൺസ് മാത്രമാണ് അദ്ദേഹം വഴങ്ങിയത്. അദ്ദേഹം ഒരു ബോളറല്ല, ബേസിക്കലി അദ്ദേഹം ഒരു ബോളറല്ല, ഓൾറൗണ്ടറാണ്. അദ്ദേഹം ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറാണ്. പക്ഷേ
പിന്നെ ഈ മത്സരത്തിൽ ഏറ്റവും നന്നായിട്ട് പന്തെറിഞ്ഞ താരങ്ങളിൽ ഒരാൾ അദ്ദേഹമാണ്. അദ്ദേഹം ഇപ്പം പേസ് ഒരുപാട് കൂട്ടി, അതായത് കൂട്ടിയിട്ടുണ്ട്. മുമ്പ് 120 എറിയുന്ന ആൾ 138 എറിഞ്ഞു 38 കഴിയുന്നു. അതെ. അപ്പം അദ്ദേഹത്തിന്റെ ബോളിംഗ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഉള്ളത് ആദ്യം അടി കിട്ടിയെങ്കിലും സാക്കിബ് ഹുസൈനൊക്കെ അവസാന ഓവറുകളിലെ സ്ലോ ബോളുകൾ ജഡേജക്കോ അല്ലെങ്കിൽ മറ്റു ബാറ്റർമാർക്കോ തൊടാൻ പോലും പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പം പിന്നീട് ബോളർമാർ അവസാന ഓവറുകളിൽ, അവസാന 6-7 ഓവറുകളിൽ അവർ തിരിച്ചു വന്നിട്ടുണ്ട്. ആ പാറ്റ് കമ്മിൻസിന് ആദ്യം പിന്നെ വൈഭവ് ഉള്ളപ്പോൾ നേരത്തെ ചെയ്യാൻ പറഞ്ഞ പോലെ പറ്റിയില്ലെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഇന്നത്തെ കളിയിൽ പോസിറ്റീവായിട്ട് തോന്നുന്നത് അവസാനം ബൗണ്ടറികളിലേക്ക് കടക്കാൻ കഴിയാത്ത ഘട്ടത്തിൽ സിംഗിളുകൾ ഡബിൾ ആക്കാൻ ശ്രമിക്കുന്ന ബാറ്റർമാരൊക്കെ അതെ അതെ അതെ. ആ ഒരു സമീപനം എത്രത്തോളം ഗുണകരമായിരുന്നു, നന്നായിരുന്നു. എനിക്ക് തോന്നുന്ന വേറെ കേസാണ് അതിൽ ഈ ജഡേജനെ പോലുള്ള പ്ലെയർ രാജസ്ഥാൻ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അത് ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറാണ് അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്നൊരു നോൺ സ്ട്രൈക്കറിൽ നിൽക്കുന്ന ഒരു ബോളർ ആണെങ്കിൽ കൂടി അദ്ദേഹം സിംഗിളിട്ട് അദ്ദേഹത്തിന് കൈമാറി കൊടുക്കുന്ന ഒരു ശൈലി അദ്ദേഹം ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. അതായത് വെല്ലുവിളി ഏറ്റെടുക്കുന്നില്ല. ഏറ്റെടുക്കാത്ത രീതിയിലുള്ള ഒരു സമീപനം അത് ടീമിന് കൂടുതൽ പ്രഷർ സിറ്റുവേഷനിലാണ് അങ്ങനെ ചെയ്യുന്നതെന്ന്. അതായത് ഒരു ഘട്ടത്തിൽ 275 വരെ പ്രതീക്ഷിച്ചിരുന്ന 300 അടുത്ത് തന്നെ പ്രതീക്ഷ അത് തുടക്കത്തിൽ എങ്കിൽ പോലും ഓപ്പണർമാർ പുറത്തായ ഘട്ടത്തിൽ 275 വരെ കാണിച്ചിരുന്നു. അതിനടുത്തെത്താവുന്ന ഒരു സ്കോർ തന്നെ ആയിരുന്നു എങ്കിൽ പോലും അത് സാധ്യമാകുന്നില്ല. 50 പോലും എത്താതെ പോകുന്നു. അതെ. അപ്പൊ ജഡേജയുടെ റോള് നിർണ്ണയിക്കേണ്ടതുണ്ടോ ശരിക്കും? ഒന്നുകൂടി മാറ്റി ചിന്തിക്കേണ്ടത്. ഫിനിഷർ എന്നൊരു ഗ്യാപ്പ് ജഡേജ ഫിനിഷർ എന്ന രീതിയിൽ അദ്ദേഹത്തെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് അദ്ദേഹത്തെ ഇപ്പോഴത്തെ ഈ ഒരു അദ്ദേഹത്തിന് വേണമെങ്കിൽ തെളിയിക്കാവുന്ന കേസ് ഉണ്ടായിരുന്നുണ്ടായിരുന്നു. പക്ഷെ അവസാനമാകുമ്പോഴത്തേക്ക് സ്ലോ ബോൾ കൊണ്ടാണ് ഇവർ ഇദ്ദേഹത്തേക്ക് വരിഞ്ഞ് കിട്ടിയത്. ജഡേജ ഓൾറെഡി ഇവർ ദസുൻ ഷനഗയൊക്കെയാണ് ഇപ്പൊ ഫിനിഷറായിട്ട് യൂസ് ചെയ്യുന്നത്. ജഡേജ അതിന് ശേഷമാണ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് കാര്യമായിട്ട് ചെയ്യാനും കഴിഞ്ഞില്ല. ജഡേജയുടെ ഫിനിഷിംഗ്. ജഡേജ ഒരിക്കലും IPL ഒരു വലിയൊരു ഹിറ്റർ ഒന്നുമല്ല. ജഡേജ പക്ഷേ റയാൻ പരാഗ് വലുതായിട്ട് വിശ്വസിക്കുന്നുണ്ട്. കഴിഞ്ഞ കളിയിൽ അദ്ദേഹം ആ ഒരു വിശ്വാസം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ജഡേജയുടെ ഒരു എക്സ്പീരിയൻസ് ടീമിന് ഗുണകരമാണ് എന്നുള്ളതല്ല, പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് പാളിച്ച പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, ഈ ഒറ്റ മത്സരം കൊണ്ട് അതായത് ജഡേജ അത്രത്തോളം ഫ്ലോപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ സമയത്തുള്ള വിക്കറ്റിന് ഇടയിലുള്ള ഓട്ടം പോലും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം ഒരുപാട് ഒരു ഓവർ തന്നെ 5 ഡബിളൊക്കെ ഓടുന്നുണ്ട് അവര്. അപ്പം അദ്ദേഹത്തിന് പിന്നെ ബാറ്റിംഗിൽ സർച്ചിന്റെ ബാറ്റിംഗ് ഇതുപോലെ അല്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ സ്ലോ ഇന്നിങ്സ് ആയിട്ട് മുദ്രവത്തിപ്പെടുകയാണ്. അപ്പോൾ ഇനി എലിമിനേറ്ററിൽ സൺറൈസേഴ്സിന്റെ പോരാട്ടം അവസാനിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് രണ്ടാമത്തെ ക്വാളിഫയർ ആണ്. ഈ ഫോം തുടരുകയാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസിന് തിരിച്ചുവരവ് എങ്ങനെയായിരിക്കും രാജസ്ഥാനോട്? അതിലെന്താണെന്ന് വെച്ചാലേ നമ്മൾ 1-2 പ്ലേയേഴ്സിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് 2 ടീമുകളുടെ പെർഫോമൻസ്, ടോപ്പ് 3 ബാറ്റേഴ്സിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ രാജസ്ഥാൻ്റെ ബോളിംഗ് നോക്കുകയാണെങ്കിലും ആർച്ചർ എന്നൊരു ബോളർ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിലാര് വിജയിക്കും എന്നുള്ളൊരു മത്സരമായിരിക്കും മിക്കവാറും. ബൗളർമാരുടെ കണക്കെടുക്കുകയാണെങ്കിൽ സൺറൈസ് ഗുജറാത്തിന് ഒരു മേൽക്കൈയുണ്ട്, രാജസ്ഥാനുമായിട്ട് ഫാർ ബെറ്റർ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആര് ജയിക്കും? രാജസ്ഥാൻ ജയിക്കാൻ. അതായത് രസകരമായ കാര്യം, രാവിലെ നമ്മൾ പ്രവചിച്ചതിൽ പിന്നെ പലപ്പോഴും പ്രവചനം തെറ്റുന്നു എന്ന രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങുന്ന ഞാൻ രാജസ്ഥാനായിരുന്നു പറഞ്ഞത്. വളരെ സന്തോഷം. തീർച്ചയായിട്ടും. അപ്പം അല്ല, GT നിങ്ങൾ പറഞ്ഞില്ല ആര് ജയിക്കുമെന്നുള്ള കാര്യം. അല്ല, ഒറ്റ ഫാക്ടറേ ഉള്ളൂ ഈ മത്സരത്തിൽ രാജസ്ഥാൻ വരുമ്പോൾ നമ്മൾ പറയാവുന്നത് വൈഭവ് സൂര്യവംശി എന്നുള്ളൊരു ഫാക്ടർ മാത്രമാണ് അവിടെ. അത് കൂടാതെ താഴേക്ക് വരുന്ന താരങ്ങൾ ഉത്തരവാദിത്തോടുകൂടി കളിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. റൺ റേറ്റ് താഴാതെ പോകാൻ സൂര്യവംശി കളിച്ചാൽ രാജസ്ഥാൻ ജയിക്കും, കളിച്ചാൽ രാജസ്ഥാൻ ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ജോഫ്ര ആർച്ചർ എന്നുള്ള ഒരു കുന്തമുന അവിടെ ഉള്ള സാഹചര്യത്തിൽ അവർക്ക് ധൈര്യപൂർവ്വം വിക്കറ്റ് എടുക്കാനുള്ള ശേഷിയുള്ള താരങ്ങളാണ്. പക്ഷേ മറുഭാഗത്ത് കഴിഞ്ഞ കളിയിൽ തീരെ പിന്നോക്കം പോവുകയായിരുന്നല്ലോ ഗുജറാത്ത്. അപ്പോൾ അതുകൊണ്ട് സമ്മർദ്ദം കൂടുതൽ ഗുജറാത്തിനായിരിക്കും എന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ സമയത്ത് സഞ്ജു സാംസണും കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം സഞ്ജു രാജസ്ഥാനിൽ നിന്നും പോയൊരു സീസണാണ്. അപ്പോൾ ആ ഒരു സീസണിൽ സഞ്ജു എത്തിയ ടീം CSK എന്ന ടീം 5 തവണ കപ്പ് നേടിയ ആ ഒരു ടീം നോക്കൗട്ട് പോലും എത്താതെ പുറത്തായ ഒരു സിറ്റുവേഷനാണ്. പക്ഷേ സഞ്ജു ഇല്ലാത്ത രാജസ്ഥാൻ പിന്നെ നോക്കൗട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രധാന കാരണം വൈഭവ് സൂര്യവംശിയാണ്. അതിനൊപ്പം തന്നെ ഈ ചില കഴിഞ്ഞ മത്സരത്തിലടക്കം റിയാൻ പരാഗിന്റെ ക്യാപ്റ്റൻസി കൂടി കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞു, അദ്ദേഹം പൂർണ്ണമായിട്ട് കൂടി അദ്ദേഹം ടീമിലേക്ക് വന്നു. ടീമിന്റെ ബോളിംഗ് ചേഞ്ചുകളിൽ അദ്ദേഹം വരുന്ന ചില നിർണായക തീരുമാനങ്ങൾ പലപ്പോഴും ടീമിന് അനുഗ്രഹമാവാറുണ്ട്. അപ്പോൾ ഫൈനലിൽ നേരിടുമ്പോൾ ബംഗളൂരുവിനെ നേരിടാൻ തക്ക ടീമെന്ന് പോകുന്നത് രാജസ്ഥാൻ തന്നെയാണെന്നാണോ പറഞ്ഞു വരുന്നത്? അതെ, രാജസ്ഥാനാണ്. സൂര്യവംശിയുടെ ഒരു ബാറ്റിംഗ് വന്നില്ലെങ്കിൽ ഏകപക്ഷീയമായി പോകും ഫൈനലിൽ.
ഞാൻ കരുതുന്നത് GT ആണെന്നാണ് കരുതുന്നത്. ആണ്. കാരണം അടുത്ത മത്സരത്തിൽ ഇപ്പോൾ വൈഭവിനെ സിറാജ് പുറത്താക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. വൈഭവിന്റെ ഏരിയകളിൽ വൈഭവിന് പുറത്താക്കാവുന്ന പന്തുകളൊക്കെ എറിഞ്ഞ ആൾക്കാരുണ്ട് ഈ IPL തന്നെ. പിന്നെ അത് ഏത് പന്തുകളിലാണ് ഔട്ടാക്കുന്നത്, കൂടുതൽ ഷോർട്ട് പിച്ച് പന്തുകളാണ്. ഷോർട്ട് പിച്ച് പന്തുകൾ. ഇന്ന് അങ്ങനത്തെ ഒരു ബോൾ വന്നിട്ടില്ല. അതായത് പുള്ളിക്ക് വന്നത് പോലും ബോഡി ലൈനിൽ വരുമ്പോൾ പുള്ളി ചെയ്ത് സിക്സ് അടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പൊ അങ്ങനെ വെല്ലുവിളിക്കുന്ന പന്തുകൾ ഗ്രൂപ്പ് സ്റ്റേജിൽ സിറാജ് വിക്കറ്റ് എടുത്തത് സൂര്യവംശിനെ ഷോട്ട്. സിറാജിന് കുറച്ചുകൂടി ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന പന്തുകളാണ്, ഓസ്ട്രേലിയയിൽ കുറച്ച് ഡീവിയേറ്റ് ചെയ്യുന്ന പന്തുകളാണ്. അപ്പോൾ സിറാജിനെ പോലുള്ള അല്ലെങ്കിൽ റബാദയെ പോലുള്ള ബോളേഴ്സ് അവിടെ ഉള്ളപ്പോൾ വൈഭവിനെ ഫസ്റ്റ് പുറത്താക്കാൻ പറ്റുകയാണെങ്കിൽ ഈസിലി GTക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു മത്സരമാണ്. കാരണം അവിടെ GTയിൽ 3 പേരെങ്കിലും ഉണ്ട് തുടക്കത്തിലുള്ള. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞു വൈഭവ് ഒറ്റൊരുത്തും മാത്രമാണെങ്കിൽ അവിടെ 3 പേർ സ്ഥിരമായിട്ട് മികച്ച രീതിയിൽ പിന്നെ 50കൾ. രാജസ്ഥാനെ തിരുത്താനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചരിത്രം കൂടി IPL ഉണ്ട്. അതായത് IPL പ്ലേ ഓഫിൽ 4ാം സ്ഥാനക്കാരായി വന്ന ഒരു ടീമും പിന്നീട് തുടരെ 3 മത്സരങ്ങൾ ജയിച്ച് കിരീടം ഉയർത്തിയിട്ടില്ല. രാജസ്ഥാന് മുമ്പ് ഇല്ല. അങ്ങനെ 4ാം സ്ഥാനത്ത് വന്നൊരു ടീം ഇതിലേക്ക് വന്നിട്ടില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. ഫൈനലെത്തിയ മറ്റൊരു ടീം അങ്ങനെ വന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു. പക്ഷേ അവർക്ക് കിരീടം നേടാനായില്ല, ചെന്നൈയോട് തോൽക്കുകയാണല്ലേ 2ാം സീസണിൽ. പോയിന്റ് ടേബിളിൽ 3ാം സ്ഥാനക്കാരായിട്ടാണ് അന്ന് മറ്റൊരു മത്സരത്തിൽ SRH വന്നിട്ട് 3ാം സ്ഥാനക്കാരായി വന്നിട്ട് അത് ആവർത്തിച്ചു. പക്ഷേ 4ാം സ്ഥാനക്കാരായിട്ട് വന്നിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് സ്റ്റാറ്റിക്സ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈനലിലേക്ക് വരികയാണെങ്കിൽ രാജസ്ഥാൻ മുന്നിൽ അങ്ങനെ ഒരു ചരിത്രം കൂടി വഴിമാറാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ പറയുന്ന ഒരു കീ നിങ്ങൾ രാജസ്ഥാന്റെ കൂടെയാണോ GTയുടെ കൂടെയാണോ? ഞാൻ രാജസ്ഥാൻ്റെ കൂടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമല്ല, ഒറ്റ കാര്യം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ രജത് പട്ടീദാർ വൈഭവ് പോരാട്ടമായിരിക്കും ഫൈനൽ കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും എനിക്ക് അതിനേക്കാൾ ഉപരി വിരാട് കോഹ്ലി വേഴ്സസ് വൈഭവ് പോരാട്ടം കാണാനാണ് കുറച്ചുകൂടി താല്പര്യം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എറ ഷിഫ്റ്റാണ്. അപ്പോൾ വിരാട് കോഹ്ലിയുടെ രീതിയിലുള്ള T20യിൽ നിന്നും വൈഭവിൻ്റെ T20യിലേക്ക് മാറുന്ന ആ ഒരു സമയം എന്ന രീതിയിൽ വിരാട് കോഹ്ലി എത്രത്തോളം പിന്നെ ഇതിനെ എങ്ങനെ അതിനെ വിരാട് കോഹ്ലി അത്രയും അഗ്രസീവായിട്ട് കളിക്കുന്ന താരമാണ്. നമുക്കറിയാം ഇടയ്ക്ക് സ്ട്രൈക്ക് റേറ്റ് കുറവാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ ഫസ്റ്റ് ബോൾ തന്നെ പിന്നെ വേറെ രീതിയിലൊക്കെ അഗ്രസീവായി കളിക്കുന്ന ഒരു വിരാട് കോഹ്ലി. അദ്ദേഹം ഒരിക്കലും സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്ന ഒരാളല്ല. അദ്ദേഹം എല്ലാത്തിനെയും ഒരു വെല്ലുവിളിയായി എടുക്കുന്ന ഒരു താരമാണ്. അപ്പം വിരാട് കോഹ്ലി വേഴ്സസ് വൈഭവ് എന്ന രീതിയിലാണ് ആ മത്സരത്തെ കാണാനാണ് എനിക്ക്. ഞാൻ ഫൈനലിലേക്കാണെങ്കിൽ ഭുവനേശ്വർ കുമാർ വേഴ്സസ് സൂര്യവംശിയുടെ ഒരു പെർഫോമൻസ് കാണാനായിരിക്കും. ഭുവനേശ്വർ കുമാർ സൂര്യവംശിയെ ബൗൾഡ് ആക്കിയിരുന്നു, 6ന് ശേഷം ബൗൾഡ് ആക്കിയിരുന്നു. അതെ. ആവശ്യകരമായിട്ടുള്ള അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് തീർച്ചയായും IPL 2 പ്രാവശ്യം വൈഭവിനെ പുറത്താക്കിയ പിന്നെ ബോളർമാരിൽ ഒന്ന് ഇന്നത്തെ പ്രഫുൽ, രണ്ടാമത്തെ പ്രാവശ്യവും. അതായത് ഇന്നും അദ്ദേഹത്തിന് ആ ഓവറിൽ ധാരാളമായിട്ട് അടി കിട്ടുന്നുണ്ടായിരുന്നു. അത് പിന്നെ വിക്കറ്റ് എടുത്തുള്ളൂ. മോസിൻ ഖാനും 2 പ്രാവശ്യം LSG പിന്നെ ഇദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഭുവനേശ്വർ കുമാർ പിന്നെ അതും ഒരു നല്ലൊരു ചോയ്സാണ്. നമ്മൾ മത്സരം കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഭുവി വേഴ്സസ് വൈഭവ് സൂര്യവംശി. അപ്പോൾ ഇന്നത്തെ മത്സരം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു വരുമ്പോൾ ചുരുങ്ങി പോകുന്നത് വൈഭവ് സൂര്യവംശിയിലേക്ക് മാത്രമാണ്. അതിനുള്ള കാരണവുമുണ്ട്. ഇനിയിപ്പോൾ കാത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സീസണിൽ കിരീടം ഉയർത്താൻ, 2ാം സീസണിൽ തന്നെ IPL കിരീടം ഉയർത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അതിന് എതിരാളികളായി ആര് വരുമെന്നുള്ളതാണ്. 2ാമത്തെ മത്സരം 2ാം ക്വാളിഫയർ നടക്കേണ്ടതുണ്ട്. ഗുജറാത്ത് ഒരു വെല്ലുവിളി ആകുമോ എന്നതാണ്. തടയിടാൻ കഴിയുമോ രാജസ്ഥാൻ എന്നുള്ളതാണ് പ്രസക്തമായ മറ്റൊരു ചോദ്യം. വൈഭവ് സൂര്യവംശിയും രാജസ്ഥാനും ഈ മൊമെൻറ്റം കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കൽ കൂടി ബംഗളൂരു രാജസ്ഥാൻ പോരാട്ടം കാണേണ്ടി വരും എന്നുള്ളതാണ്. മറ്റൊരു മത്സരത്തിൻ്റെ ആവശ്യമായി കാണാം.